ഫസ്റ്റ് സാരി ബ്ലാക്ക് ആണ്. സാരിയുടെ ബേസ് വരുന്നത് ബ്ലാക്ക് ആണ്. അതിൽ നല്ലൊരു പാറ്റേണിലെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് ആട്ടോ ഫുൾ സാരിയിലും വരുന്നത്. നല്ലൊരു യെല്ലോ വിത്ത് ഗ്രേ ആണ് ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ കോമ്പിനേഷൻ വരുന്നത്. സെയിം അതേ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് തന്നെയാണ്. കളർ പറയുകയാണെങ്കിൽ നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ പീച്ച് ആണ് സാരിയുടെ കളർ വരുന്നത് കേട്ടോ. ഇതിലും അതേ ടോണിൽ തന്നെ. അടുത്ത സാരി പൗഡർ ബ്ലൂ ആണ് സാരിയുടെ ആ ഒരു കളർ വരുന്നത്. ഡിസൈൻ മാറിയിട്ടുണ്ട്, എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് കളർ നല്ലൊരു കോറൽ പീച്ച് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. കോറൽ പീച്ചിൽ സെയിം ടോണിൽ തന്നെ സെൽഫ് കളറിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ്. ബോഡി കംപ്ലീറ്റ് ആ ഒരു മാംഗോ മോട്ടീവ്സിലുള്ള എംബ്രോയിഡറി വർക്കാണ് ഫുൾ സാരിയിലും വരുന്നത്. മിഡ് നൈറ്റ് ബ്ലൂവും നേവി ബ്ലൂ കൂടി ബ്ലെൻഡഡ് ആയിട്ട് വരുന്ന നല്ലൊരു ബ്ലൂ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഡീപ്പസ്റ്റ് നേവി ബ്ലൂ എന്ന് പറയാം നമുക്ക്. ഇതിലും സെയിം ടോണിൽ തന്നെ അതേ പാറ്റേണിൽ തന്നെയുള്ള ആ ഒരു മാംഗോ മോട്ടീവ്സ് തന്നെയാണ് എൻ്റെ ഒരു സാരിയിലും വരുന്നത് കേട്ടോ. സെൽഫ് കളർ ത്രെഡ് വുമൺ സ്റ്റൈലിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ്. അടുത്ത സാരി ഒരു ഗ്രേയും ഗ്രീനും കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ് വരുന്നത്. ഒരു ഗ്രീൻ ബേസ് ആണ് സാരി വരുന്നത്. അതിൽ ഗ്രേയിലുള്ള ആ ഒരു മാംഗോ ത്രെഡ് എംബ്രോയിഡറി കേട്ടോ ബോഡി കംപ്ലീറ്റ് വരുന്നത്. നല്ലൊരു റെയർ കളറിലാണ് കോമ്പിനേഷനിലാണ് സാരി വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും ആ ഒരു റിച്ച് പാറ്റേണിലുള്ള ബോഡി. സെയിം അതേ ത്രെഡ് വുമൺ സ്റ്റൈൽ തന്നെ ബോഡി വരുന്നത്. അതേ മാംഗോ മോട്ടീവ്സ് തന്നെ ആയിരിക്കും ഫുൾ സാരി വരുന്നത്. പേസ്റ്റൽ പീച്ച് സാരിയുടെ കളർ പറയുകയാണെങ്കിൽ കേട്ടോ. വീണ്ടും നല്ലൊരു ഓഷ്യൻ ബ്ലൂ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഓഷ്യൻ ബ്ലൂവിലും സെയിം സ്റ്റൈൽ മാംഗോ മോട്ടീവ്സ് എല്ലാം അതേ പാറ്റേൺ തന്നെ കേട്ടോ. ബ്ലൂവിൽ തന്നെ ആയിരിക്കും ആ ഒരു ലാസ്റ്റ് സാരിയാണ് വരുന്നത് കേട്ടോ. നല്ലൊരു വയലറ്റ് ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ വയലറ്റ് ആണ്. ഇതിലും അതേ ടോണിൽ തന്നെ വയലറ്റ് ടോണിൽ തന്നെ ആയിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്.